ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ വിഷമില്ലാത്ത മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മന്തിക്ക് ഉണ്ടാക്കുന്ന ചട്നീൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളോട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചൊരു റെസിപ്പിയാണ്. നമ്മൾ പച്ച മുട്ട ചേർത്തിട്ടല്ല മയോണൈസ് ഉണ്ടാക്കുക. അപ്പോൾ മുട്ട ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതാ ഞാൻ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ മേലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം ഇതാ അതേപോലെ ചെറിയ പീസാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സാധാരണ പുഴുങ്ങിയെടുക്കുന്ന പോലെ തന്നെ ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇത് പുഴുങ്ങിയെടുക്കുകയാണ്. പിന്നെ ഇങ്ങനെ ചെറിയ പീസാക്കി കൊടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് മയോണൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ പിന്നെ മുട്ടയും പിന്നെ സൺഫ്ലവർ ഓയിൽ മാത്രം ഒഴിച്ചിട്ട് മയോണൈസ് ഉണ്ടാക്കുമ്പം ഒരുപാട് പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ചിട്ട് കൊടുക്കാനും പറ്റും. കാരണം ഉരുളക്കിഴങ്ങും നമ്മൾ വേവിച്ചിട്ടാണ് ചേർക്കുന്നത്, മുട്ടയും നമ്മൾ കുറച്ച് വേവിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് കേടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പച്ചമുട്ട ചേർത്ത് മയോണൈസ് ഉണ്ടാക്കുമ്പം ആ മയോണൈസ് വിഷമായിട്ട് മാറും കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ പറയണത് കേൾക്കാം. കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്തായാലും പച്ചമുട്ട അത്ര നല്ലതല്ല ചേർക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പേടില്ലാതെ വിശ്വസിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് പിന്നെ മന്തിക്കുള്ള വേറൊരു ചട്നി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് 1 കിലോ മന്തിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്തി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ആ ഒരു വീഡിയോൻ്റെ താഴെയൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ മയോണൈസ് ഉണ്ടാക്കണം അതേപോലെ മന്തിൻ്റെ ചട്നി ഉണ്ടാക്കുന്ന റെസിപ്പിയും കാണിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ കാണിക്കുകയാണ് കേട്ടോ ഒന്നത്. അപ്പോൾ നമ്മൾ ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സവാളൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ചട്നി ആകുമ്പം അതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് ടൊമാറ്റോ ആവണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വലിയ 2 തക്കാളി ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ മല്ലിയില ചട്നിയാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മല്ലിയില കുറച്ച് അധികമായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ഫ്ലേവർ മാറാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് മല്ലിയില എടുത്തിട്ടുള്ളൂ. തക്കാളിൻ്റെ ഫ്ലേവറാണ് നല്ലോണം കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ 2 തക്കാളി എടുത്തത്. അത് ഞാൻ ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സവാള ചെറിയൊരു കഷ്ണം എടുത്താൽ മതി. ഇനി സവാളക്ക് പകരം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. പിന്നെ എരിവും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇതിക്ക് 3 പച്ചമുളകാട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ 1 കിലോ മന്തി ആണ് കൊടുക്കുന്നത്. അതിക്കുള്ള ചട്നിയാണ് കേട്ടോ നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഉണ്ടാവും നമുക്ക് 1 കിലോ റൈസൊക്കെയുള്ള പിന്നെ ചട്നി ഇത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ജാർ എടുത്തിട്ട് ചെറിയ ജാർക്ക് ഇതാ ഞാൻ ഈ തക്കാളി അരിഞ്ഞതും സവാള അരിഞ്ഞതും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പച്ചമുളകും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജാറ് കുറച്ച് വലിപ്പമുള്ള ജാറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അരച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. ഇതേപോലെ കുത്തി നിറച്ചിട്ടിട്ട് അരച്ചു കൊടുക്കരുത്. പിന്നെ നമ്മളെ മിക്സിക്ക് കേടാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സുർക്ക ചേർത്ത് കൊടുക്കണം ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട്. സുർക്ക അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനൊരു 2-3 സ്പൂൺ സുർക്ക പതിക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ പുളിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടൊമാറ്റോ ചട്നി ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ കളർ ഇങ്ങനെ. ഇനി മല്ലിയില ചട്നി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മല്ലിയില കുറച്ച് അധികം ചേർത്ത് കൊടുക്കുമല്ലോ, അപ്പോൾ നല്ല പച്ച കളറായിട്ടേക്കാരം ഉണ്ടാവുക. പിന്നെ അതേപോലെ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കുറച്ച് റെഡ് കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തക്കാളിയും സവാളയൊക്കെ അരച്ചെടുത്തില്ല ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നല്ല റെഡ് കളറായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പിന്നെ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടതിന് ഉരുളക്കിഴങ്ങ് വെന്ത് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതാ മുട്ട നമ്മൾ വേവിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് മുട്ട മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം വെച്ചിട്ട് അത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മുട്ടയ്ക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഒന്ന് ആ ഒരു തിളച്ച വെള്ളം എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട്.
എന്നിട്ടൊരു 20 സെക്കൻഡ്, അതിലേറെ കൂടി പോവരുത്, ഒരു 20 സെക്കൻഡ് ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മുട്ട ഇന്ന് എടുത്തിട്ട് പച്ചവെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ചൂടാറിയിട്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഞാൻ ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി മുട്ട ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു വലിയ ജാർക്ക്, നമ്മൾ ജ്യൂസ് അടിക്കുന്ന ജാറുണ്ടല്ലോ, ആ ഒരു ജാറിലാണ് കേട്ടോ മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിക്ക് ഞാൻ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 2 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 മുട്ടയാണ് നമ്മളോട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിതാ ഞാൻ പൊട്ടിച്ചിട്ട് ജാർക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു മേലുള്ള പച്ചവെള്ളം പോലെയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ വൈറ്റ് കളറായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ കുഞ്ചൊന്നും അധികം അങ്ങനെ വെന്തിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കുന്നുണ്ടല്ലോ, അത് അതിൻ്റെ ആ ഒരു മേലെ ഭാഗത്തുള്ള ആ ഒരു വെള്ള പോർഷനാണ് കേട്ടോ. അപ്പോൾ 2 മുട്ടൻ്റെതും ഇതേപോലെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ അത്ര കണ്ട് ശ്രദ്ധിച്ചതുമില്ല കേട്ടോ വീഡിയോ എടുത്തപ്പം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ അതിൻ്റെ ഓർഡർ കിട്ടി അന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ പിന്നെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾക്കിത് ഷെയർ ചെയ്ത് തരുന്നത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് 1 കിലോന് അളവുക്കുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ഇനിയിപ്പോൾ 2 കിലോ മന്തിയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഒരു 4 മുട്ടയൊക്കെ ചേർക്കേണ്ടി വരും കേട്ടോ. 4 മുട്ടയും അതേപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കേണ്ടി വരും. പിന്നെ ഇങ്ങനത്തെ ജ്യൂസ് അടിക്കുന്ന ജാറുണ്ടെങ്കിൽ അതിലാണ് കേട്ടോ മയോണൈസ് ഉണ്ടാക്കാൻ എളുപ്പം. അപ്പോൾ ഇതാ മുട്ട ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ മുട്ട കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു വെള്ള ഭാഗമൊക്കെ വെന്തിട്ട് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ മുട്ട കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാനത് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചൂടാറിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ, ചൂടോട് കൂടിയിട്ട് ചേർക്കരുത്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതും ഞാൻ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, കാരണം ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ജാറിൻ്റെ മേലെ ഭാഗത്തൊരു അടപ്പുണ്ടാവുമല്ലോ, ആ ഒരു അടപ്പെടുത്തിട്ട് ആ ഒരു അടപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടേനി. പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പം ഉപ്പ് ചേർത്തിനി, അപ്പോൾ കുറച്ച് ഉപ്പേ ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 2 സ്പൂണോളം സുർക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാനിതൊന്ന് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം ഒക്കെ കൂടെ ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്, കുറേശ്ശെ ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ വലിയൊരു ജ്യൂസ് ഗ്ലാസ്സിന് ഒരു 3/4 ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതും ഇതേപോലെ തന്നെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ജ്യൂസ് ജാറാകുമ്പോൾ നമുക്ക് ആ മേലുള്ള അടപ്പെടുത്തിട്ട് ആ അടപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് തുറന്നിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അങ്ങനത്തെ ജാറാണ്, പിന്നെ സാധാ ജാറാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടപ്പ് തുറന്നിട്ട് നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കുറേശ്ശെ പച്ചവെള്ളം അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത ആ ഒരു ഗ്ലാസ്സിലെ വെള്ളം സൺഫ്ലവർ ഓയിൽ എടുത്ത ആ ഒരു കപ്പത്ത് സൺഫ്ലവർ ഓയിലും കഴിയോളം ഇതേപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് മയോണൈസ് നല്ല രീതിയിൽ കിട്ടിയേക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ സ്റ്റോപ്പാക്കും. ഇനി അതല്ല നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത ആ ഒരു വെള്ളവും ഓയിലും ഒക്കെ പാകേനും അതേപോലെ തന്നെ നമ്മൾ ചേർത്ത ഉരുളക്കിഴങ്ങും ഒക്കെ പാകമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മയോണൈസ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് നമുക്ക് കൊടുക്കാനുള്ള പാത്രത്തിൽ ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം, ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കാം. പുളിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് സുർക്കയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മയോണൈസിൻ്റെ റെസിപ്പി എനിക്ക് എൻ്റെ ആങ്ങളെ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓൻ ഷവർമൻ്റെ കടയിലാണ്, ഓനക്ക് ഷവർമ ഉണ്ടാക്കുന്ന ജോലിയാണ് കേട്ടോ. അപ്പോൾ ഓൻ മയോണൈസ് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കൽ. അങ്ങനെ ഞാനും പുറത്തേക്ക് മന്തിയൊക്കെ കൊടുക്കുമ്പം ഈ ഒരു മയോണൈസ് തന്നെയാണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ എന്തുകൊണ്ടും വിശ്വസിച്ചിട്ട് കൊടുക്കാൻ പറ്റും, കാരണം പച്ച മുട്ട എന്നല്ലാത്തതുകൊണ്ട് വിഷമില്ലാത്ത നല്ല മയോണൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്